നമസ്കാരം. നമ്മുടെ രാമായണത്തിൽ ശ്രീരാമസ്വാമിയെ ധർമ്മപുരുഷനെന്ന് പറഞ്ഞ് ഉയർത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ മറക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ശ്രീരാമനെ തൻ്റെ സ്വധർമ്മത്തിനായിട്ട് വനവാസത്തിന് കാരണമായിരിക്കുന്ന കൈകേയിയും മന്ധരയും ആ രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിരുന്നത്. ആ രാമകാര്യത്തിന് നിലകൊണ്ടിരിക്കുന്നവരെ തള്ളിപ്പറയുകയും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. രാമായണത്തിൽ രണ്ട് വ്യക്തികളിലാണ് സരസ്വതീ ദേവി വിളയാടിയിട്ടുള്ളത്. ഒന്ന് മന്ധരയുടെ നാവലും മറ്റൊന്ന് കുംഭകർണൻ്റെ നാവലും. ഇത്രയും ഇതിലുള്ള അത്രയും സരസ്വതീ ദേവി പോലും വിളയാടുന്ന ആ നാവൽ, അങ്ങനെയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ രാമായണത്തെ പഠനവിധേയമാക്കി കഴിഞ്ഞാൽ രാമായണത്തിൻ്റെ യാഥാർത്ഥ്യ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന രാമൻ അവിടെ അന്വേഷിക്കുന്നത് കൗസല്യയല്ല, മറിച്ച് കൈകേയി എവിടെയായിരുന്നു എന്നാണ്. രാമനറിയാം ആ അവതാര ലക്ഷ്യത്തിന് കാരണമായിരിക്കുന്ന തൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിരിക്കുന്നത് തൻ്റെ ഇളയമ്മയാണ്, അതായത് കൈകേയിയാണ് എന്നുള്ളത്.